ശരി, എന്നാലും ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഇന്നലെ ഇന്നൊക്കെയായി ചർച്ച ചെയ്യുക സജി ചെറിയാന്റെ വിദ്വേഷ പരാമർശം തന്നെയാണ്. വലിയ അതൃപ്തി CPM-നകത്തും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. നേതാക്കളൊന്നും വലിയ പ്രതികരണത്തിന് ഇന്നലെ ഇപ്പോൾ MV ഗോവിന്ദന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടല്ലോ. തിരുത്താതിരിക്കാൻ പറ്റില്ല. ഈ പ്രസ്താവനയിൽ തിരുത്തൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. യെസ്, പ്രസ്താവന തിരിച്ചടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും. വിവരങ്ങളുമായി സെയ്ഫ് സൈനുദ്ദീനാണ് ചേരുന്നത്. സെയ്ഫ, ഇന്നലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഈ ചോദ്യത്തിന്, അതായത് സജി ചെറിയാന്റെ വിദ്വേഷ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഒരു തിരുത്തലിലേക്ക് പാർട്ടി കടക്കുന്നു. കടുത്ത അതൃപ്തിയിലാണ് CPM ഉള്ളത്. അപ്പോൾ ഒരു തിരുത്തൽ ആവശ്യപ്പെട്ടേക്കുമെന്ന് തന്നെയാണോ സൂചന വരുന്നത്? ദിവ്യ, അതൊരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് ആ പ്രസ്താവന ഉണ്ടായത് എന്നുള്ളതാണ് അതിന്റെ ഗൗരവം തന്നെ വർദ്ധിപ്പിക്കുന്നത്. ഒരു മന്ത്രി സംസ്ഥാനത്തെ ജനങ്ങളെ, സംസ്ഥാനത്തെ വോട്ടർമാരെ ജാതി ചിന്തിച്ച് കാണുക എന്ന് പറയുന്ന അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത്. കാസർഗോഡും അതുപോലെ തന്നെ മലപ്പുറത്തും ജയിച്ച ആൾക്കാരെ കണ്ടാൽ മനസ്സിലാകും എന്ന തരത്തിലുള്ള പ്രയോഗം, അത് രണ്ട് മതത്തെ ലക്ഷ്യം വെച്ച് തന്നെ ഉള്ളതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമല്ല. അദ്ദേഹം ഇന്നലെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അത് പാളിപ്പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഈ വിഷയത്തിൽ പാർട്ടി എടുക്കുന്ന നിലപാട് ഇത് കുറച്ച് ഗൗരവ സ്വഭാവത്തിൽ കാണേണ്ട കാര്യം തന്നെയാണ്. അതിന്റെ ആ ഗൗരവത്തിൽ തന്നെ എടുക്കണം. അത് തിരുത്തി പറയുന്നതാണ് നല്ലത്. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷം ഈ വിഷയം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇന്നലെ തന്നെ പ്രതിപക്ഷത്തെ എല്ലാ നേതാക്കളും ഇത് മാത്രം പറഞ്ഞുകൊണ്ടാണ് സർക്കാരിനെതിരെ രംഗത്ത് വന്നത്. സജി ചെറിയാൻ പിന്നെ ഒന്നും മിണ്ടിയതുമില്ല. അതുകൊണ്ട് ഇതിനകത്തൊരു തിരുത്തൽ വേണം എന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അത് സജി ചെറിയാനുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സംസാരിക്കും. മുഖ്യമന്ത്രിയുടെ മനസ്സുകൂടി ഇക്കാര്യത്തിൽ അറിഞ്ഞ ശേഷമായിരിക്കും എങ്ങനെ തിരുത്തൽ വേണം, സജി ചെറിയാൻ തന്നെ തിരുത്തി പറഞ്ഞാൽ മതിയോ അതോ പാർട്ടി തള്ളി പറയണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും അതിനെ ഗൗരവ സ്വഭാവത്തിൽ കാണാൻ വേണ്ടി പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. സൈഫു, അതോടൊപ്പം തന്നെ ചോദിക്കേണ്ടത്, മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇതിൽ നിർണായകമാണ്. പക്ഷേ നേരത്തെ AK ബാലന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയും മാറാടുമായും ഒക്കെ ബന്ധപ്പെട്ട്. അതിൽ പലരും TP രാമകൃഷ്ണൻ അടക്കമുള്ളവർ അതിനെ പിന്തുണയ്ക്കാതെ പ്രതികരണം നൽകിയപ്പോൾ മുഖ്യമന്ത്രി ബാലനെ പിന്തുണച്ചുകൊണ്ടാണ് പ്രസ്താവന നടത്തിയത്. ഈ കാര്യത്തിലും നമുക്ക് എന്താണ് മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത്? സജി ചെറിയാനെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുമോ അതോ തള്ളാനാണോ സാധ്യത? സജി ചെറിയാന്റെ വിഷയത്തിൽ അതിനെ AK ബാലന്റെ പ്രസ്താവനയുമായി കൂട്ടി വായിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് പാർട്ടിയുടെ ചില നേതാക്കൾ പറയുന്നുണ്ട്. AK ബാലനെ പിന്തുണച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പത്രസമ്മേളനത്തിൽ തന്നെ AK ബാലനെ പിന്തുണച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ഇനി പിണറായി വിജയൻ എന്തായാലും AK ബാലനെ തള്ളി പറയില്ല. കാരണം അദ്ദേഹം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ശരിതെറ്റുകൾക്കപ്പുറം ആ സ്വീകരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തായാലും AK ബാലനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇനി സജി ചെറിയാന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഗൗരവ സ്വഭാവത്തിലാണ് കാണേണ്ടത് എന്ന അഭിപ്രായം പൊതുവേ ഉണ്ട്. കാരണം ഒരു മന്ത്രി രണ്ട് ജില്ലകളിലെ ജനങ്ങളെ വേർതിരിച്ച് കാണുക എന്ന് പറയുന്നത് അതീവ ഗൗരവം ഉള്ള വിഷയമാണ്. ഒന്നാമത് ഒരു ഭൂരിപക്ഷ പ്രീണനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്ന ആ രാഷ്ട്രീയ ആരോപണം ഉയർന്നു വരുന്നു. അതിന് അനുകൂലമായിട്ടുള്ള ചില പ്രസ്താവനകൾ മത സാമുദായിക നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സമയത്ത് ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെല്ലാം ശരിവെക്കുന്ന തരത്തിലായി പോകും ഇത് എന്ന അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നതുകൊണ്ട് മുഖ്യമന്ത്രി പൂർണ്ണമായും പിന്തുണയ്ക്കാനുള്ള സാധ്യത കുറവാണ്. തെറ്റേറ്റ് പറയുക എന്നുള്ള നിലപാടായിരിക്കാം ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകുന്നത്. നൗഫൽ, യെസ്, എന്തായാലും സജി ചെറിയാന്റെ പ്രസ്താവനയിൽ ഒരു തിരുത്തൽ ആവശ്യമാണോ എന്ന വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം പ്രതിപക്ഷം ഒന്നടങ്കം സജി ചെറിയാനെതിരെ അല്ലെങ്കിൽ CPM-നെതിരെ രംഗത്തെത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഒരു തിരുത്തൽ എന്തായാലും ഉടൻ പ്രതീക്ഷിക്കാം നമുക്ക്.